കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ്റെ ഗുരുവായ രാമകൃഷ്ണ ദേവരുടെ പേരിലുള്ള രാമകൃഷ്ണ മിഷൻ്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ ഭാഗവതം സപ്താഹങ്ങൾക്കൊക്കെ പോകാറുണ്ട്. പിന്നെ ഒരു വൈഷ്ണവം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഓരോ ദിവസം ഓരോ അധ്യായമായിട്ട് വിശേഷാത്മാനം ഏനം ഗുരുപരപുരാധീശം ഏവാശ്രയാമ. നമസ്കാരം. നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഭാഗ്യം എന്നാണ് പറയാം. അത് ഇങ്ങനെ ഉണ്ടായത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നുണ്ടാവും. അത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അഹങ്കരിച്ച് ഞാൻ പറയാം, ഞാൻ സേവിച്ചതിൻ്റെ ഫലമാണ്. ഞാൻ നാരായണീയം ഞാൻ പറഞ്ഞാൽ ഒരു ഓരോരുത്തരായിട്ട് ഉള്ള ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. യൂട്യൂബ് ചാനലിലൊക്കെ ഒരു ഭാഗവതും അവരും ചെയ്തു. സംഹിത വിഷ്ണുസഹസ്രനാമം ഇതൊക്കെ പ്രയാസത്തിലൊക്കെ ചെയ്തു. അപ്പം അതൊക്കെ ഭഗവാൻ ഇഷ്ടമായി, അക്നോളജ് ചെയ്തു എന്ന് പറയാം. ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ആ ചെയ്ത ഭജനത്തിൻ്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സന്ദർഭം വന്നത് അങ്ങനെയാണ്. ഇന്ന് തീരെ വരാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ് ഇത്. അതെന്താ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്പലത്തിൽ സ്വന്തം അമ്പലമാണ്. അവിടെ പൂജയുണ്ട്. അപ്പോൾ പൂജ കഴിഞ്ഞ് ഇവിടെ 6 കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ പറ്റില്ല. വയസ്സായും ശരീരത്തിന് അത്രയ്ക്ക് വയ്ക്കും. കുട്ടിയൊക്കെ കഴിയുമ്പോൾ കൊയ്യാലോ. ഞാനെങ്ങനെ 8 മണിയാകുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തെത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ മതി. അപ്പോൾ തടസ്സങ്ങൾ നല്ലോണ്ടായി. ഇപ്പോൾ വലിയ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കാറും എൻ്റെ കാറും നയിക്കും. ഞാൻ കാറിട്ട് പോരണോ ചോദിച്ചു. വേണ്ട, പനിക്കായി കുഞ്ഞിൻ്റെ കാറിട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കാറിട്ടു. കാറായിട്ട് പോകും. കുറേ ഉറക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടിക്കാനും പറ്റില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആകപ്പായിരുന്നു. എന്താ കുഴി കഴിഞ്ഞാൽ അത് ദാഹിച്ച സമയത്ത് കുറേ വെള്ളം വിചാരിച്ചൊരു സമാധാനം വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സന്തോഷമായി സമാധാനം കൂടാതെ പ്രതീക്ഷിക്കാതെ എന്ന് പറയാം. ഞങ്ങൾക്കിവിടെ നാരായണീനെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പൂജ കഴിക്കണം. ഈ പൂജ കഴിക്കാനുള്ളതിലല്ല ഞാൻ എത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ നോക്കാനില്ലല്ലോ. ഒക്കെ ഭഗവാന്റെ പ്രേരണയാണ്. എന്ത് ആയാലും ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, അത് ചെയ്യാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത്. നിങ്ങളൊക്കെ നാരായണീയം പഠിക്കുന്ന ആൾക്കാരാണോ?
ഇങ്ങനെ പറയേണ്ടത് വളരെ ലോകത്തിൽ വരണോ അതോ അറിയുന്ന ആൾക്കാരോട് വളരെ രീതിയിൽ പറയണോ പറയാനാണ്. നിങ്ങളൊക്കെ എല്ലാവരും നാരായണ വായിക്കുന്ന ആൾക്കാരാണോ? എല്ലാവരും ഇതൊക്കെ സംസ്കൃതമാണ് കാര്യം. അപ്പോൾ ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ ചെയ്തിട്ടില്ല. അല്ല ആരാണെങ്കിൽ ആദ്യം പറയാം. അപ്പോൾ നാരായണീയം ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ ആരാണ് ഭഗവാൻ? ഒരാളെത്തി പോകുമ്പോൾ നമുക്ക് ആരൊക്കെ അറിയണം. അപ്പം ഭഗവാൻ ആരാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ ഭഗവാനെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് പറയുന്നത്. നിശ്ചേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഞങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് ഒരുപാട് പറയാനുള്ള ഭഗവാൻ. ഈ നാരായണി എങ്ങനെ നിന്ന് മനസ്സിലാക്കണം? ആ രചന എങ്ങനെയാണ്? മറ്റൊരു നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും പോയിട്ടോ അറിയാലോ. വാദമാണെന്ന് പറയുന്നത് അറിയാം. രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് ഭാഗം തെറ്റവാദമാണെന്ന് പറയും. അവർ തെറ്റവാദമാണെന്ന് ഈ പടിയുണ്ട്. ആ പടിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി നേരെ ഭഗവാൻ നോക്കി കണ്ടുകൊണ്ടാണ് ഓരോരോ ദിവസവും നാരായണീയത്തിൽ ജയിച്ചത്. കാരണം അറിയാലോ, വയ്യാതെ വാദരോഗം വെളിയിലോട്ട് അനങ്ങാൻ വയ്യാതെ ആണ്. ഇത് കുളിച്ചവനും ഏതോ ഒരു ദിവസം മുക്കി കൊണ്ടുവന്ന് ഇരിക്കുന്നതൊക്കെയാണ്. ആ വാദമായിട്ടിരുന്ന് ഭഗവാനെ എങ്ങനെയാണ് ഭരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ രൂപം കണ്ടപ്പോൾ വല്ലാത്ത ആനന്ദം തോന്നി. പറഞ്ഞു, അന്ധഭാഗ്യം ജനമാനാം. എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾ. എന്താണ് ഈ ഭഗവാൻ ഇവിടെ നിൽക്കുന്നത്? സാക്ഷാത്തായിട്ട് ശോഭിക്കണം. നിശ്ചേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതിവിടെ എല്ലാവരുടെയും പറയണ്ടേ, ഞങ്ങൾ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഈ ഗുരുവായൂരപ്പനെ തന്നെ ഭരിക്കാൻ തീരുമാനിച്ചു. എന്തിനാണത്? വിശ്വഭീകാഭവത്തി. ലോകത്തിലുള്ള എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാൻ ഭരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഈ ഭഗവാൻ ഈ കഴിവുണ്ടോ? നമ്മളൊരാളെടുത്തൊരു കാശ് കടന്നു വയ്ക്കാൻ അയാളെ കാശ് വേണ്ടേ? കാശുള്ള ആളെടുത്ത് വെച്ചാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പോയി പോരണ്ടേ? അതല്ല, എല്ലാ ഗുണങ്ങളുണ്ട്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോദിസ്തോപഗീതം സംഘവാതാശ്രീരഭിലവിദതിനക്വാഭിതേ സംഘവാതാദദ്വാദാഗരവാതി ശബ്ദമുഖ്യാശ്രയോധി. അങ്ങനെയാണ് ഒന്നാമത് അവസാനിക്കുന്നത്. ഭഗവാൻ ഉള്ള പേരിന് തികച്ചും യോഗ്യനാണ് ഈ ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ യോഗ്യം ഉണ്ടാവാം? ഐശ്വര്യം. നല്ല ഐശ്വര്യം ഉണ്ടാവണം. ഗുരുവായൂർ എന്താ ഐശ്വര്യം കുറവല്ലേ? നമ്മൾ ഭണ്ഡാരങ്ങളൊക്കെ കണ്ടില്ലേ? സാധാരണ ഭണ്ഡാരങ്ങൾ അങ്ങനെ ഇടാൻ താഴേക്കൊക്കെ പോകില്ല. എന്തൊക്കെ എപ്പോഴും അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, കുത്തി നടക്കുക. വലിയ വലിയ നോട്ടിൻ്റെ കെട്ടുകളൊക്കെ വലിയ ഒരു എന്താണ് ഒരു കയ്യൊക്കെടാം അത്ര രീതിയിലുള്ള അങ്ങനെ അനവധി ഭണ്ഡാരങ്ങൾ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോ ഹരാണാം തേജസ്. അങ്ങനെ 6 ഗുണങ്ങൾ കൂടിയ ഒരാളാണ് ഭഗവാൻ. ആ ഭഗവാനാണ് ഈ വിനായകൻ. അപ്പം അതിനേക്കാൾ നല്ല ബോധ്യമില്ല. എൻ്റെ സൂക്കൾ വേദാക്കാനൊന്നും വേറെ എങ്ങും പോകണ്ട. ഈ ഭഗവാനെ സഹായിക്കും. അതാണ് ഓരോരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് അറിയാറുണ്ട്. ആ എൻ്റെ രോഗം മറ്റു കാര്യങ്ങളിൽ എനിക്ക് വേറെ ആരും അത്രയില്ല. നീ മാത്രമാണ് എനിക്ക് ഗുണമുണ്ട് കൃഷ്ണ. എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ആരും വേറെ ആർക്കും സാധിക്കില്ല. ഈ ലോകം ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത് ഈ കൃഷ്ണന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് 1, 2, 3-ാമത്തെ ദിവസത്തിനൊക്കെ ഭക്തി പ്രാർത്ഥനയാണ്. ഭഗവാനെ ഇത് രോഗം ഭേദാക്കി തന്നെ ഇല്ലോ. അകീർത്തിസ്തേമാഭൂതഭാരം പ്രശമേൻ ഭവൻ ഭക്തോക്കം സന്ധരിഗുരുമാണ്. ഭഗവാനോട് പറഞ്ഞു, എൻ്റെ രോഗം ഭേദാക്കി തന്നിരിക്കോ. അകീർത്തി അങ്ങേക്ക്
എന്തല്ലോ അകീർത്തി അകീർത്തി പറഞ്ഞ ചീത്തപ്പേരുണ്ടാവണം. എന്താ ചീത്തപ്പേരുണ്ടാവാൻ കാരണം? അച്ഛന്മാരോട് ഒന്ന് ഭജിച്ചു, രോഗം ഭേദാവാൻ വേണ്ടി ഭജിച്ചു. ഇതൊക്കെ ഏതായാലും അഴുകിപ്പോയി ഒന്നായതിനും അഴുകിപ്പോയി ഡോക്ടർമാർക്ക് ആശുപത്രിയിൽ നിന്ന് ഇനി ഇവിടെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, കൊണ്ടുപോയിട്ട് ഡോക്ടർമാരെ കൊണ്ടുപോയാൽ ഞാൻ ആദ്യം പറഞ്ഞൊക്കെ വയ്ക്കും. അകീർത്തിഭാരം പ്രസവേ അവൽ ഭക്തോത്തം ഘടികുരുമാം. എനിക്ക് ഇതിലെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും തീർത്തു തരണം. അല്ലെങ്കിൽ ഇതിൻ്റെ പേര് അങ്ങേക്കുള്ള നല്ല പേരുണ്ട്. എല്ലാവരും ഇതുവരെ ഞാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞാൽ വത്സലനാണ്, എല്ലാവരുടെയും രോഗമൊക്കെ ഭേദാക്കി തരും, എല്ലാം തരും. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ ഭഗവാന്റെ പ്രത്യേകത പോയി പറയാക്കില്ലായിരുന്നു. രോഗം ഭേദാക്കിക്കാതെ രോഗം ഭേദാക്കാൻ മാത്രമല്ല ചെയ്യാനും വേറെ എന്തെങ്കിലും കൂടി ആവശ്യം മനസ്സിലാണെങ്കിൽ അതും കൂടി നമ്മൾ ചോദിക്കാത്തത്. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനസ്രം വിതരതി ഭഗവാൻ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതും അത് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചെറുപടി പോട്ടെ ഫ്രീ പറഞ്ഞു ഒന്ന് പറഞ്ഞു വേറൊന്ന് ഫ്രീ പറഞ്ഞാൽ മതി. ഭഗവാനെ ഭജിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി ഭജിച്ചോ അത് മാത്രമല്ല വേറെ നമ്മൾക്ക് ആനന്ദ അതും കൂടി തരും ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയ വലിയ നിത്യാനിത്യാവചന പോലെ. ഇപ്പോൾ ആരെങ്കിലും വഴിപോക്ക് ആരെങ്കിലും പറഞ്ഞ് അതോ പിന്നെ ആളാ പറഞ്ഞത് അവരുടെ ഒതൻറ്റിസിറ്റി അവരുടെ ആധികാരികത പറഞ്ഞ ആൾ ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, ആ സ്കൂളില്ല പക്ഷെ അതിന് ആരെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണോ? അല്ല, പേപ്പറുണ്ടായിരുന്നു. അവർ ഇന്ന ജില്ലകൾക്ക് ഒഴിവ് എന്ന് പറയേണ്ട ആൾ പറഞ്ഞാലേ കാര്യം. അല്ലാതെ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് കുടുംബമായിട്ട് നമ്മുടെ അച്ഛനായി പോകും. അതുപോലെ അച്ഛനോട് പറയാൻ ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ വാക്കല്ല, പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് ഒരിക്കലും നാശമുണ്ടാവില്ല. ഈ കല്യാണകത്തിൽ നല്ലത് ചെയ്യുന്ന ആൾക്കാരിൽ ഭക്തന് ഒരിക്കലും നാശമുണ്ടാകുന്നതൊക്കെ ഞാൻ കേട്ട് പഠിച്ചതാണ് ഒരുപാട് പറയുന്നത്. ഇതൊക്കെ വെറുതെ ആവേ. ഇത് ആരാ പറഞ്ഞിട്ടുള്ളത്? ഇത് പറഞ്ഞത് അന്ന് തന്നെയാണ്. ഭഗവാൻ ഗുരുവായൂരോട് നേരിട്ട് നോക്കി പറയാം, ഇത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ കളവായ ആൾക്കാരുടെ മോശം ഭഗവാന്റെ നിർവാഹ. അതുകൊണ്ട് കംസധനായെന്ന് വിളിച്ചത്. കംസനെ സ്വീകരിച്ച ഭഗവാനെ എനിക്ക് എൻ്റെ രോഗം ഭേദാക്കി തരണം. എൻ്റെ രോഗം മാത്രം പോരാ, ഞാൻ പ്രാർത്ഥിച്ചെന്താണ്? എല്ലാവർക്കും ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലഭ്യേയനന്യകൃതന്വാവാചാചിയാവ സത്യദിവരജന ശുദ്രദൈവസ്ഫുടേയം ഏതേതാവദ്വയം ദുസ്ഥിരകരമനതാ വിശ്വവീരാവഹത്തി നിശ്ചേഷാത്മാനം ഗുരുഭവനപ്രധാനീശം ദേവാശ്രയാമ. നോക്കിയത് പറയാം, ഈ ഗുരുവായൂരപ്പൻ ആരാധനയോ ഏവം ഇത് വളരെ ദുർലഭമാണ് കേട്ടോ. ഇത് കിട്ടാൻ എളുപ്പമല്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്നാലോ സുലഭതയാ വളരെ സുലഭമായിട്ടാണ് കിട്ടുന്നു. അപ്പൊ അതെന്തേ വേണ്ടു? നിങ്ങൾ എന്തേ വേണ്ടു? ഭജിക്കേ വേണ്ടു. ഭജിച്ചാൽ നമുക്ക് വേണ്ടതൊക്കെ അതൊക്കെ തരും ഭഗവാൻ. ആ ഭഗവാനൊരു വലിയ അനുഗ്രഹങ്ങൾ സൂര്യസ്പർശികിരീടം ഊർധതിലകപ്രോത്സാദിപാലാന്തരം നേത്രം ദ്രഹതിവനുവാസം സുനാഥാരുടം ഗണ്യോദ്യന്മകലാപകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗതുകം രൂപം അനമാനുഹാരപണ്യ വിദ്വൽസരിപ്രം ഭജേ. ആ രൂപം നമുക്ക് നല്ല സുപരിചിതമാണ്. അത് തന്നെയാണ് ഈ ഗുരുവായൂരപ്പന്റെ രൂപം. സൂര്യസ്പർശ കിരീടം, നല്ല കിരീടം, സ്വർണ്ണം നാറാണ്. സ്വർണം അത് സൂര്യനെ തോൽപ്പിക്കും, സൂര്യന്റെ ശോഭയെ തോൽപ്പിക്കുന്നു. അത്ര വ്യക്തി സൂര്യസ്പർശ കിരീടം
ഊർധ്വജലകപ്രോത്ഭാസി. നെറ്റിയിലെ നല്ലൊരു ഗോപി പൊട്ട് ഗോപി ഒരു തൊട്ടിട്ടുണ്ട്. സൂര്യസ്പർശികിരീടം ഊർധ്വജലകപ്രോത്ഭാസി ഫാലാന്തരം. ആ കണ്ണുകൾ അറിയുമ്പോൾ പറഞ്ഞിട്ട് ഇഷ്ടമല്ലോ. കാരുണ്യം എല്ലാവരോടും എന്തൊരു കാരുണ്യമാണ് ഭഗവാൻ. വഴിയിലെ കരുണാകരനാണ്, കാരുണ്യമൂർത്തിയാണ്. അതിനെ വറ്റിക്കണം. കാരുണ്യാകുലനേത്രം നല്ല ചുണ്ട് അങ്ങനെ തിരിക്കുന്നുണ്ട്. കുറേ തിരിക്കുമ്പോൾ ആ പല്ലിൽ പുറത്തേക്ക് കാണുന്നുണ്ട്. അത് ചുവപ്പ് നിറമുള്ള ചുണ്ട്, വെളുത്ത കണ്ണ്. നല്ലൊരു കോമ്പിനേഷനാണ്, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കൗസ്തുഭ രത്നമുണ്ട്, ശ്രീവത്സമുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, നല്ല മഞ്ഞ പട്ടങ്ങളുണ്ട്. മഞ്ജീരം മഞ്ജുനാഥീവരഭജനം ശ്രേയ അതാണ് പറയുന്നത്. ഭഗവാന്റെ ഈ പാദത്തിൽ ചിലമ്പുകളുണ്ട്. ആ ചിലമ്പ് ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ കിഴുന്ന മഞ്ജീരം മഞ്ജുനാഥീവ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിച്ചോളൂട്ടോ, ഭഗവാനെ ഭജിച്ചോളൂ. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് ആരും ഭജിക്കാതിരിക്കരുത്. അത് ഭഗവാനെ പറഞ്ഞതാണല്ലോ. ഈ സാധനത്തെ കിട്ടിയിട്ട് പറഞ്ഞത് എന്നെ ഭജിക്കൂ എന്നെ ഭജിക്കൂ. അത് നമുക്കൊരു സംശയമുണ്ട്. ഇതെന്താ എന്നെ ഭജിക്കാനൊക്കെ പറഞ്ഞാൽ അഹങ്കാരല്ലേ, അല്പത്തല്ലേ. അതല്ല, നമ്മൾ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനെല്ലാം വെച്ചോ. പിന്നെ ആയിരിക്കാം നമുക്കാണ്. നമ്മൾ ഭഗവാനെ ഒരുപാട് ചെയ്താൽ അത് ഭഗവാൻ നമ്മുടെ ആൾക്കാരെ ഒരുപാട് ഇരിക്കുന്നു, പെണ്ണ് ഇരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ നല്ലത്. ഭഗവാൻ ഈ അതർവൈസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, ഭഗവാൻ എന്താണ് ആപ്തകാമൻ എല്ലാം ഉണ്ട്. ഐശ്വര്യം ശങ്കരാദീശ്വരം എന്ന് പറഞ്ഞു. എല്ലാ ഐശ്വര്യം അവിടെയുണ്ട്. ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന 10 രൂപ 100 രൂപ ഒന്നും വേണ്ട കാര്യമില്ല. പിന്നെ എന്തിനേയും കൊടുക്കുന്നത് പായസം എത്രയാണ് ഗുരുവായൂരത്ത് പായസം എത്ര വലിയ സംഘിക്കാൻ നമുക്കറിയാത്ത ശിക്ഷയില്ലേ. അവിടെ അപ്പം ആണ് പ്രധാന പരിപാടി. ഈ അപ്പം കരി ഇട്ടിട്ട് അതേ കരി കാറ്റി എന്താണ് അപ്പം പാത്രത്തിനൊക്കെ വേണം. അപ്പം ഇത് അത്താഴപ്പൂജയ്ക്ക് വേണ്ട അപ്പം രാമന് പ്രഭാതങ്ങളിൽ പണി കൊടുക്കുന്നു. എന്താ കാരണം? ഈ അപ്പം പാത്രത്തിലല്ലേ. അപ്പോൾ ഇത്രയധികം അപ്പം ആൾക്കാർ ശീലാക്കിയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം അവിടെ ഉണ്ട്. ഭഗവാൻ ഒന്നും വേണ്ടാത്തിന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പറഞ്ഞത് പദഭജനം ശ്രേയ പദഭജനം ശ്രേയ. ഭഗവാനെ അപ്പോൾ ഭഗവാന്റെ എന്താണ് അനുമാനമാണ്, അനുമാനിക്കണം, മനസ്സിലാക്കണം. ഈ ഭഗവാൻ ഈ ചിലപ്പോൾ എന്തിനാണ് ഇരിക്കുന്നതോ നിങ്ങളോട് പറയാനാണ്. നിങ്ങളൊക്കെ വേറെ ആരും ഭരിക്കണ്ടോ. നിങ്ങൾ മറ്റുള്ള ഈശ്വരന്മാരിൽ നിന്ന് ഭരിക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്താ? എല്ലാം തരാൻ കഴിവുള്ള കൽപ്പരസ്വഭാവ ഭഗവാൻ ഇവിടെ ഈ കൽപ്പരരുവായിട്ട് നിൽക്കുന്നുണ്ട്. പാരിജാതമാണ്. പാരിജാതോ ഹരേത്വം സുഗ്രന്ഥം ചക്രവാദി വേറെ ആരുടെ മുന്നിൽ പോയി കഴിഞ്ഞ് നിൽക്കണ. നിങ്ങൾക്ക് എല്ലാം തരാൻ കഴിവുള്ള ഈ ഭഗവാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഭഗവാനെ തന്നെ ഭരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞ് നിർത്തിയാവുമോ എന്നൊരു സംശയം ശരിയാവുന്നില്ല. അതുകൊണ്ട് ഓരോരോ ദിവസവും അതാണ് 10 ശ്ലോകമാണ് ഏതാണ്ട് 10 ലഭിക്കും. അതാണ് ദശകം എന്ന് പറയുന്നത്. 10 ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഭരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കഥയിലേക്ക് ഭാഗവത കഥയുടെ സംഗ്രഹമാണ്. അതായത് ഭാഗവതത്തിൽ ഭാഗവതത്തിലെ കഥ മുഴുവൻ അതിന് ശരിക്കുള്ള സംക്ഷിപ്തമാണ്. ഭാഗവതം നല്ലപോലെ അറിഞ്ഞ ഒരാൾക്ക് ആണ് ശരിക്കും നാരായണീയം ആസ്വദിക്കാൻ സാധിക്കുക. ഇതിപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ മധുരം പഞ്ചസാര
പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലർക്ക് ഒരു കൈ പഞ്ചസാര വായിലിട്ട് നോക്കിയാൽ അറിയാം പഞ്ചസാരയ്ക്ക് മധുരമാണ്. അതുപോലെ ഞാൻ ഭഗവാന്റെ ഗുണം അല്ലെങ്കിൽ നാരായണീയത്തിന് ചിത്രം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. എൻ്റെ അറിയണില്ല ഭാഗവതത്തിന് വിദേശ ധ്യാനം വേണം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് എന്താണ് ഈ നാരായണീയത്തിൽ പറഞ്ഞത് എന്ന് ഒന്ന് പറയപ്പെടുന്നു. ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭാഗവതത്തിൽ അങ്ങനെ കടക്കുന്നുണ്ട്. ഭാഗവത തൃതീയ സ്കന്ധം നിൽക്ക് വരാഹാവതാരം നിൽക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ചെറിയൊരു കാര്യം പറയാൻ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലേ ഉദ്ദേശിച്ചത്? എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾ കുറേ പരീക്ഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് വരും. അപ്പം ഞാൻ ഒരു എൻ്റെ സ്വന്തം കഥ പറയാം. നാരായണീയോട് ബന്ധപ്പെടാം. 1975 ഞാൻ നാരായണീ പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർക്ക് പോയി. നാരായണീ പഠിക്കാൻ ശരിക്കും നല്ലൊരാളുടെ പോയി പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഭാഗവതാചാര്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇല്ല അയാളുടെ വിഷയം പോയിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി. എന്നോട് പറഞ്ഞു എന്താ അറിയാം കൊണ്ടേ ഇവിടെയൊക്കെ എൻ്റെ അമ്മാക്കാണ് ഗുരുവായൂർ കുറെ കോഴികളുടെ കുറെ ഭാഗത്തുകളുണ്ട്. നാരായണീ പഠിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം. 14ാമത്തെ ദിവസം പഠിക്കാൻ മതി. പഠിക്കാൻ വയ്ക്കുന്നവരുണ്ട്. പതിനാലാമത്തെ ദിവസം എന്താ അത് എല്ലാവരും ചോദിച്ചാൽ അതിന് മുമ്പുള്ളതൊക്കെ ഭഗവാന്റെ മഹിമകൾ സാധാരണയ്ക്ക് എത്തുന്നില്ല. അപ്പോൾ ഭാഗവത് എപ്പോഴും അറിയില്ല. ഇന്ന് വലിയ സമനുസ്കൃതയുക്തം സമനു പങ്കജകം ഭവാങ്കജന്മ അവധീരിതനാരദോപദിഷ്ടമകാന്തമമാഗതി പ്രതീക്ഷ ഇവിടെ കവിതാവതാരം ഉള്ളിലേക്കുള്ള കഥകളാണ് തുടങ്ങുന്നത്. അപ്പോൾ കഥയിൽ കൂടെ ആവുമ്പോൾ എളുപ്പമുണ്ടാവും. ഇതിൽ വിശദമായിട്ട് പഠിച്ചു, കുറേ കാലം പഠിച്ചു. നാരായണീയൊക്കെ ഏതാണ്ടായി സമാധാനത്തിൽ പണി പോയി ചെയ്തു. അപ്പോൾ ഈ നാരായണീയത്തിൽ ആദ്യം കുറേ 13 വരെ ഏതാണ്ട് ഭഗവാന്റെ ബഹുമാനം പലതും പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ദർശനത്തിന് പ്രത്യേകത ഭക്തി പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ അതിലാണ് പറയുന്നത് ഭഗവാനോട് ഭീഷണിയുമായി പറയണം. എൻ്റെ രോഗം ഭേദാക്കി തന്നില്ലെങ്കിൽ എനിക്കും കേൾക്കണില്ല, ഭഗവാന് അകീർത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് 3ാമത്തെ ദിവസം അവിടെ കഴിയും. അപ്പോൾ അതിന് ആദ്യം പറയുന്നുണ്ട് ഈ ഭഗവാൻ എന്തിനായി കർത്താതേ സൃഷ്ടി കേട്ടാതുര ധവഖേരാവഹാരീവഭാരാം നിത്യവും വായവാം. ഞാനേ ഭഗവാൻ പറയാം കഷ്ടമുണ്ട് ഭഗവാൻ, എന്തിനാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ എന്നും ദുരിതം, ഒരു ദിവസം സമാധാനമില്ല. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അതെനിക്ക് പരിഭവം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി വെറുതെയല്ല. ഈ കഥകൾ കേൾക്കാൻ ഒരവസരമാണ് ദുഃഖം. ദുഃഖത്തിൻ്റെ പ്രത്യേകത എന്താ? ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കും. അപ്പോൾ ദുഃഖത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ദുഃഖം നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും. ഇപ്പം നാരായണീയം തന്നെ ഇരിക്കാനുണ്ടായ കാരണം എന്താ? ഒരു മാനരോഗമാണ്. എല്ലാവർക്കും വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഈ രീതിയിൽ ജീവിതം ഉണ്ടാവാനുണ്ടായ കാരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ജീവിത പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കൂടാനത്തിൻ്റെ കഥ നമുക്കൊക്കെ അറിയാമല്ലേ? കൂടാൻ കേട്ടില്ലേ? കൂടാൻ കേട്ടിട്ടുണ്ടോ? കൂടാനത്തിൽ ഭഗവാൻ ഇന്ന് കഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഭഗവാനെ പറ്റിയത്. ഇപ്പം ഭഗവാൻ പറഞ്ഞെന്താ അറിയും? കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അദ്ദേഹത്തിന് ഉണ്ണി പോയി വലിയ വിഷമമുണ്ടായിരുന്നു. ഭഗവാൻ ഭരിച്ചപ്പോൾ തോന്നി ഈ ഉണ്ണി പോലെ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ
എന്താ തീരുമാനിച്ചത്? എന്താ തീരുമാനിച്ചത്? എന്താ എല്ലാവരും തീരുമാനിച്ചു? ഭക്തന്മാട് അധ്യക്ഷ അല്ലെങ്കിൽ ഭക്തന്മാട് ഭഗവാൻ വളരെ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഈ ഗുരുവായൂരപ്പൻ ഭജിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് എന്റെ കാരണം ഉണ്ടായത് ഭഗവാന് കഴിവുണ്ട്. ഭഗവാന് ഞങ്ങളൊക്കെ ദുഃഖങ്ങൾ തീർത്തു തരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട് ഭഗവാന് ഞങ്ങൾ തീരുമാനിച്ചു. അവസാനം പറയുന്നുണ്ട് ആരായിട്ട്? ഭഗവാന് ഈ കഥ, ഈ ഭാഗവത കഥ അല്ലെങ്കിൽ നാരായണീയം വായിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കണേ ഭഗവാന്, ആയുസ് കൊടുക്കണേ. ആരോഗ്യ സൗഖ്യം, ആരോഗ്യവും ആയുസ്സും ഒക്കെ വേണം കേട്ടോ. ഇത് എന്തൊരു എന്താണ് ഒരു റെക്കമെൻഡേഷനാണ്, ശുപാർശ. ഞാൻ ശുപാർശ ചെയ്യണം ഇവരുടെ എല്ലാവരുടെയും ആരൊക്കെയാണോ ഈ നാരായണീയം വഹിക്കുന്നത്, കേൾക്കുന്നത്, പഠിക്കുന്നത്, അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് അവസാനത്തേക്ക് കൂടി അവസാനം ഒന്നുകൂടി പറയാം. എനിക്ക് എൻ്റെ രോഗം ഭേദമാക്കി തന്നാൽ പോരാ. എൻ്റെ രോഗം ഭേദമായി പോവാണ്. 3 ദിവസം കഴിഞ്ഞു. അവസാനത്ത് കേശാദിവാദോടനോട് കൂടിയിട്ട് വേദാന്തരാജനീയം സുതിശുദ്ധിർസാസ്തുത്യതാവർണ്ണനേനസ്ഫീതം എന്ന് പറഞ്ഞ് സമാധാനം. എനിക്ക് മാത്രം പോരാ, ഇരിക്കുന്ന എല്ലാവർക്കും, ഈ ഭാഗവതും നാരായണികൾക്കും എല്ലാവർക്കും, പറയുന്ന എല്ലാവർക്കും ആർക്കും ആരോഗ്യം കൊടുക്കണേന്ന് ഒരു ശുപാർശ കൂടി. അതുകൊണ്ട് നമുക്കൊക്കെ സമാധാനിക്കാം, ആശ്വസിക്കാം. എന്ന് വെറുതെ ആവില്ല. നമ്മൾ നാരായണീയം വായിച്ചാൽ നമ്മുടെ സങ്കടം തീർത്ത് തരും. ആപത്തു തീർത്തിയിടും കാലഗോപാലം വിലാസങ്ങൾ വേണം. നിങ്ങൾ ആപത്തൊക്കെ തീർത്ത് അതിനാരാ സാക്ഷി? ഞാൻ സാക്ഷി എന്ന് പറയാൻ പറ്റുന്നത്. ഇവരൊക്കെ രോഗം ഭേദാക്കി കൊടുക്കണം. ഇന്ന് ഭേദാക്കി തന്നോട് കാര്യമില്ല, എനിക്കിത് മാത്രം പോരാ എന്ന് ഭഗവാനോട് പറഞ്ഞു. ശരി പെട്ടെന്ന് കാണുന്നത് തന്നെ ഇവിടെ എന്ന് ഭഗവാൻ സമ്മതിച്ചു. അത് സമ്മതിച്ചുള്ള എന്താ കഴിവ്? ഭഗവാൻ സമ്മതിച്ചുള്ള എന്താ കഴിവ്? രോഗം ഭേദമായിട്ട് പലരുടെയും രോഗങ്ങൾ ഭേദമായിട്ടുണ്ട്. വിശ്വാസമാണ്. ആ ഭഗവാൻ ഭക്തി നാരായണീയം വായിച്ചിട്ട് പൂക്കൾ ഭേദമായ ആൾക്കാരാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് എന്താ തെളിവ്? തെളിവോ പലരുടെയും ജീവിതങ്ങൾ തന്നെ അതിന് തെളിവാണ്. ആദ്യത്തെ തെളിവ് ഭക്തിയാണ്. പിന്നെ ഭക്തന്മാരായിട്ട് യാതൊരാൾക്കാരാണോ ഭഗവാനെ ഉപാസിച്ചത് അവർക്കൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. അഹം ഭക്തപരാധീന, ഞാനാരാ? ഭക്തന്റെ അടിമാണ്. ഭഗവാൻ ഒരു കാര്യം പ്രത്യേകത ഒന്നും വേണ്ട. എന്റെ ഭക്തന് നാശമുണ്ടാകരുത്. നമ്മേ ഭക്ത പ്രണിസ്ഥിതി, എന്റെ ഭക്തൻ നാശമുണ്ടാകരുത്. ഭക്തനേക്കാൾ നാശമുണ്ടായാൽ അതിന്റെ പോരായ്മ ഈത്തമേലാക്ക. അപ്പോൾ ഭഗവാൻ അതിന് ഒപ്പം ഉള്ള അറിയുന്നു. ഓരോരോ ദിവസം കഴിയുമ്പോഴും ഭക്തനേക്കാൾ പറയുന്നുണ്ട്, ഇത് രോഗം ഭേദാക്കി തരണമേ, ഇത് രോഗം ഭേദാക്കി തരണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്കെന്തായി? ഭേദമായി മാത്രമേ പോയി കാണും. പിന്നെ ഇല്ല, പിറ്റേ ദിവസം വരാവുകയുമില്ല. എങ്ങനെ ബുദ്ധിമുട്ടി വന്നിരുന്നു. ഇരുന്നാണ് കഴിയുമ്പോൾ എന്താ ഉണ്ടാവാൻ? നല്ലൊരു പ്രത്യേക ഒരു സുഖം, ഒരു ആരോഗ്യം ഒക്കെ കിട്ടിയമാതിരി. എന്നിട്ട് നോക്കി ഓരോരോ ദിവസവും ഭഗവാന്റെ തിരുമുഖം കണ്ടുകൊണ്ട് തിരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് സമ്മതിക്കണം. ഭഗവാൻ പറഞ്ഞാലേ നമ്മുടെ അടുത്ത പറയുന്നത് ഈ നരസിംഹാവതാരത്തിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്, ഇനി ഇതിന്റെ അപ്പുറം പറയാൻ എനിക്ക് വയ്യ. ഞാനൊരു പുസ്തകമാണ്. 2 ദശകമായിട്ടാണ് നരസിംഹാവതാരം ഒക്കെ. അതുപോലെ രാമായണം ഒക്കെ 2 ദശകങ്ങളാണ്. ഒരു ദശകം കഴിയുമ്പോൾ പറഞ്ഞു
പറയുന്നു. തന്തേ ഭക്തയതോ ശിവോ അങ്ങോട്ടമാചുണയും ആകുർണജഗന്റെ ഉള്ളതുള്ളൂ ഭൂതവാഭൂദ്യവ ശുദ്ധായം ദൈത്യരാജഹൃദയെ പൂർവം കലാശ്വരം അന്തോപ്യം ഭോജഭൂരിഷ്ടരാൽ എന്തൊരു ദുര്യോധസ്തംഭേ ഭക്തയതോ ആ കൂടുതൽ രീതിയിലിരിക്കും. ആ ഭഗവാൻ വന്നു ഭാഗമാണ്. ആ ദശകത്തിന് പ്രത്യേക ആ 10 തോന്നുന്നു പേടിയോ ഒരു പ്രത്യേക സംഭവം നടന്നത് ഒന്നും മനസ്സിലാവുന്ന കൂടുതൽ വായിക്കാൻ എന്തോ നടന്നത്. അമ്പോധഭൂം ഇഷ്ടരാൽ ബ്രഹ്മാവ് പോലെ ഇളകിപ്പോയി വിട്ടാൽ വലിയ ശബ്ദം കേട്ടാൽ നമ്മുടെ ചെവി അടയ്ക്കില്ല. അതുപോലെ ഉണ്ടായി എന്ന് ആ ശ്ലോകം വായിക്കാൻ ശ്ലോകത്തിന് ആ തത്വസ്വർണ്ണസവർണ്ണപൂർണ്ണരൂക്ഷാക്ഷം സദാകേസരപ്രചണ്ഡപ്രതിയും വിലാന്തരമഹോ ഇല്ലാത്തവേദം സ്തുതിക്കുകയാണ്. അങ്ങനെ തിളങ്ങുന്ന കണ്ണുകൾ ഊർത്ത നഖങ്ങൾ ആ നഖത്തിലേക്ക് പൊട്ടി നഖങ്ങളെ കൊണ്ട് മാറി പിളർത്തി ഹിരണ്യകശിപുനെ കൊന്നു എന്ന് ആ ഭാഗമൊക്കെ വർണ്ണിക്കുമ്പോൾ അസൽപാടിനെ വർണ്ണിക്കുന്നത് കേട്ടിട്ട് അസലായി ഇതിനെ തന്നെ ഉണ്ടായോ കഴിഞ്ഞ കഥയാണല്ലോ. അപ്പൊ പറയാണ് ആ കഴിഞ്ഞ് ഇതിൽ തന്നെ ഉണ്ടായത് ഞാൻ ഇങ്ങനെ മാറി വന്ന് പിളർത്തി നഖങ്ങളെ ഇറങ്ങി വെക്കുന്ന പിളർന്നു തുറപ്പായം പായമുദീരയോ ബഹുജഗം സംഹാരി സിംഹാരവാൻ അതിനെ കുടിക്കുന്നു. കുടിക്കുമ്പോൾ നട്ടെടുക്കുന്നില്ല. പായം പായമുദീരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ വല്ലാത്ത ശബ്ദം അലറുണ്ട്. കുടിക്കുന്നുണ്ട്. ഒരു പാത്രങ്ങളുടെ കയ്യോട് വെള്ളം കുടിക്കുന്നതായി ആരെയും കിടന്ന് അവിടുന്ന് ചോരങ്ങനെ കുടിക്കുന്നത്. പോരാങ്കമാലാധരം സ്വാമധ്യേസമിദ്ധരോഷമുചിതം ഗുരുവാരവം അഭ്യേതുന്ന ശതാകഭവനെ ദൂരെ സ്ഥിതാഭിഗമ സർവേ സർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷരഃ. അങ്ങനെ ഭഗവാനെ കുടിച്ചു. പിന്നെ ആ പോരാങ്കമാലാധരം ആ പുരന്മാല കഴുത്തിലേക്ക് വല്ലാത്തൊരു ഭീകര രൂപം നരസിംഹമൂർത്തി കണ്ട് ഈ വികാരത്തിനാണ് അങ്ങനെ വേറൊരു വേഷമാണ്. ആ വേഷം ഇത് സുന്ദരമൂർത്തിയാണ്, അതോ പോരമൂർത്തിയാണ്. ആ രൂപം പേടിക്കും എല്ലാവരും. സർവേ എല്ലാവരും ബ്രഹ്മാവ് തൊട്ട് സകല ആൾക്കാരും പേടിച്ചോടി. ഒന്ന് നമസ്കരിച്ചിട്ട് ഒന്ന് ഭഗവാനെ സമാധാനിപ്പിക്കുക, ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കാൻ സാധ്യത പേടിയായിട്ട് തിരിഞ്ഞു ഓടുകയല്ല. അങ്ങനെ പ്രഹ്ലാദേ പ്രഹ്ലാദെടുത്തു എന്ന് പറഞ്ഞു. പ്രഹ്ലാദ ഒന്ന് ഈ ഭഗവാനെ ഈ രൂപം ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ ഭാവം, ഈ ക്രോധം, ഈ ദ്വേഷഭാവം കോപിക്കുന്നത് ഒന്ന് മാറ്റണം. അപ്പൊ ഒന്ന് ചെയ്യുന്നവരെ കേൾക്കുന്ന പ്രഹ്ലാദനെ വിചാരിക്കുക. ബ്രഹ്മാദേവസ്തുരേണ ഈ ബ്രഹ്മാദേവന്മാര് പല ദേവന്മാർ ഇവരൊക്കെ സ്തുതിച്ചിട്ട് സംപ്രീതനാകാത്ത ഭഗവാനെ സ്തുതിക്കാൻ എന്നെ കൊണ്ടാവുമോ, എനിക്ക് വയ്യ എന്ന് വിചാരിച്ചാൽ പറ്റുന്നവന് ഉന്തിക്കൊണ്ടുപോകണം. പ്രഹ്ലാദൻ വന്ന് പ്രഹ്ലാദൻ ഒരു ഭയമില്ലാതെ കാരുണ്യഭാരാകുല ഒന്ന് നമസ്കരിച്ചു. പ്രഹ്ലാദന്റെ ആ നമസ്കാരം ഭഗവാൻ പാദത്ത് നമസ്കരിച്ചപ്പോൾ ഇതുവരെ ആ ഘോരമൂർത്തിയായ ഭഗവാനെ കണ്ടെന്ന് നേത്രം ആ കണ്ണുനീരിൽ വീണു. പ്രഹ്ലാദന്റെ ശിരസില് ആ ഭഗവാന്റെ കണ്ണീര് ആ ഭാവം എല്ലാം മാറി. പ്രഹ്ലാദനെ അവർ അനുഗ്രഹിക്കുമ്പം യാതൊരാഗ്രഹമില്ല. പ്രഹ്ലാദൻ ഒന്നും ആഗ്രഹിക്കാത്ത ഭഗവാന് പ്രഹ്ലാദന് എല്ലാം കൊടുത്തു എന്നാണ് നരസിംഹഭാഗവതത്തിൽ പറയുന്നത്. ആ ശ്ലോകങ്ങൾ ഓരോരു ഒരു ശ്ലോകം ഒരു ദിവസം എന്താ പറയാനില്ല, അത്രയുണ്ട്. ഇവിടെ ഏതാണ്ട് ഗുണങ്ങൾ സഞ്ചരിക്കത്രയുള്ളൂ. എല്ലാ വിഷയങ്ങളും മുഴുവൻ പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഏതാണ്ട് എന്തൊക്കെ പുതിയ വരുന്നത് അതിന് പറയാൻ അത്രയും ഉദ്ദേശിക്കുന്നു. രാമായണത്തിൽ ഒരു ഭാഗമില്ലേ, രാമായണം നമുക്കൊക്കെ അറിയാം. ഒരു വലിയ ഇതിഹാസത്തിൽ ഇത്രയും വലിയ ഈ
ഭാഗങ്ങൾ പറയണം. മുകുന്ദന്റെ പദമെന്റെ മനോമയമായിരിക്കും ബഹൂരത്തിൽ കണ്ട പോലെ പറഞ്ഞു ഗുരു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഞാൻ പറയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശരിക്കും രാമായണം മുഴുവൻ സംഗ്രഹിച്ചിട്ട് ചിലപ്പോൾ രാമായണത്തിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങൾ ഒരുപാട് പറയുന്നത് എന്തിനാണ് ഭഗവാൻ ഇതിനൊക്കെ കഴിഞ്ഞ് നടക്കേണ്ടി വന്ന് സ്വാത്മാനുഭൂതോ ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്. ദുഃഖമൊക്കെ ഭഗവാൻ ബാധിക്കും ഇല്ല. പിന്നെന്തിനാണ് ഭഗവാന് തെറ്റ് ചെയ്തു എന്നാണ്. എന്താ തെറ്റ് ചെയ്തതിന് ഭഗവാൻ ചോദിച്ചു. അതോ തെറ്റ് ചെയ്തു കാമധർമാതിശക്തിയ, കാമത്തിലും ധർമ്മത്തിലും വല്ലാതെ ശ്രദ്ധിച്ചു. അത് വേണ്ട, ഒരു മീഡിയ ആയിട്ട് പോയാൽ മതി. വല്ലാതെ ധർമ്മിഷ്ഠനാണ്. സ്വന്തം ഭാര്യയൊക്കെ അപവാദത്തിന്റെ പേരിലവിടെ ഉപേക്ഷിച്ചു. ശിവശിവഗീതം ഭഗവാന് ആ സീത ഒരു തെറ്റും ചെയ്യില്ലാതെ ചിലനൊക്കെ ഭവേൽ സ്വാത്മാനുഭവേ. ഭഗവാന് എന്തും ധർമ്മിഷ്ഠനാണ് ഭഗവാൻ. ഈ ഇവർക്കൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭാര്യ ഉപേക്ഷിച്ചു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ധർമ്മം വേണം. ഏകഭക്തി ഒരു ഭക്തി ഒക്കെ നല്ലതാണ്. പക്ഷെ വല്ലാതെ ധർമ്മത്തില് അവൻ ചിന്തിച്ചു പുറത്തു പോകും. കാമധർമാതിശക്തിയാതെ കാമിച്ചു, വല്ലാതെ ഇഷ്ടപ്പെട്ടു. തൻ്റെ സ്വജന് ബന്ധുക്കളായിട്ടുള്ളവരും ഈ ലോകത്തിലെ രാജ്യത്തിലെ എല്ലാ പ്രജകളെയും വല്ലാതെ സ്നേഹിച്ചു. അപ്പോ തെറ്റിച്ചിട്ടേക ഈ ലക്ഷ്മണൻ വല്ലാതെ സ്നേഹിച്ചു. ആ ലക്ഷ്മണൻ ഉപേക്ഷിക്കേണ്ടി വരും. സീതയെ വല്ലാതെ സ്നേഹിച്ചു. സീതയെ ഉപേക്ഷിക്കേണ്ടി. ഇതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചു. വല്ലാതെ കാമത്തിലും ധർമ്മത്തിലും ഉറച്ച് അത് വേണ്ടിയില്ല. പിന്നെ ഭഗവാന് ഇതൊന്നും ഇല്ല. ഈ സുഖം ദുഃഖമൊന്നും ഭഗവാൻ ബാധിക്കില്ല. ആത്മാരാമനാണ് ഭഗവാൻ. പിന്നെ ഇതിനെ നമ്മളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലാതെ ഒന്നും വേണ്ട. ഒക്കെ ഒരു മീഡിയം ആയിട്ടുള്ളത് കൂടി. ആമമായാലും നടക്കില്ല, ധർമ്മമായാലും നടക്കില്ല. അങ്ങനെ ആയാലോ ത്യജിക്കേണ്ടി വേണ്ടപ്പെട്ടവരെ ത്യജിക്കേണ്ടി വരും. പിന്നെ തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ ഭഗവതിമാരുടെ സ്വന്തം അഭിപ്രായം. രാമായണം കഥ പറഞ്ഞിട്ട് ഉപസംഹരിക്കാം. അത് വേറെ സന്ദർഭത്തിൽ രാമായണത്തിൽ പറയുന്നുണ്ട്. ഈ സീതാന്വേഷണത്തിലേക്ക് മുമ്പായിട്ട് ഈ രാവണൻ കെട്ടുകൊണ്ട് പോയപ്പോൾ സന്തോഷമായിരുന്നു. എന്താ കാരണം? ഈ പെട്ടെന്ന് ഇത് ചെയ്യാൻ സാധിക്കും, രാവണൻ വിഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ രാമായണത്തിൻ്റെ കാര്യം ഉദ്ദേശം സഫലമാവും. ഇതിനൊക്കെ സ്വന്തം അഭിപ്രായങ്ങൾ കൂടി പഠിച്ചതിലൂടെ പറയുന്നുണ്ട്. എന്നാലെ രാമായണത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഗൗരിരത്നന്ദൗതേ എന്നൊരു ഭാഗമുണ്ട്. ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് പോയിട്ട് സീതയെ കണ്ടു, വിവരങ്ങളൊക്കെ പറഞ്ഞു, തുലാരത്നം വാങ്ങി അങ്കുലി തിരിച്ചിനോട് കൂടി വിട്ടുകൊള്ളാം. ആർക്കേ വന്നു അവർക്ക് സംശയം. മൗലിരത്നം ദദൗ, മൗലിരത്നം തുലാരത്നം കൊടുത്തു എന്നാണ് അങ്ങനെ പറഞ്ഞു നിർത്താം. ദദൗത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ അർത്ഥമായി. ഹനുമാൻ ഇന്ത്യയിൽ പോയി ഇന്ത്യയെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് അവരാ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു ചെയ്തു. ഭഗവാനെ കൈ കാണിച്ചു. ആരുടെ കയ്യിലാണ് ഈ മൗലിരത്നം കൊടുത്തത്? കൊടുത്തു. സംശയമാണ്. നാളെ പറഞ്ഞൂടെ മൗലിരത്നം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ കൊടുത്തു? ശ്രീരാമന്റെ. ശ്രീരാമനാരല്ലേ? ശ്രീരാമൻ ശ്രീകൃഷ്ണ ഒരാളാണോ? അല്ല. അപ്പൊ കയ്യിൽ കാണിച്ചതാണ് മൗലിരത്നം അങ്ങേക്ക് കൈ എന്ന് പറഞ്ഞു. അപ്പോ ആ കാര്യം കഴിഞ്ഞ് രാമായണം കഴിഞ്ഞു. അതുപോലെ കൃഷ്ണാവതാരത്തിന്റെ കാര്യം വളരെ ഭംഗിയായി നമ്മൾ അറിയണ്ടേ. ആ
ഭഗവാന്റെ അവതാരം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നില്ല. ദശമം ഭാഗവതത്തിലെ 90 അധ്യായമാണ് ഈ ശ്രീകൃഷ്ണാവതാര കഥകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അതുപോലെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞതിന് കൂടാതെ സ്വന്തം അഭിപ്രായവും കൂടി ചില സമയത്ത് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഈ നാടകപോലെ ഏകദാദി മാധകാരിണി മാധവൻ തമുപസേരിക്കാൻ ഭവൻ തന്റെ ഓരോ വരയാഹിമാരൻ അംഗമേറ്റ പതിവൻ പ്രബോധനം. വളരെ മനോഹരമായ രംഗം നിങ്ങളൊക്കെ കേട്ടില്ലേ? യശോദാദേവി കൃഷ്ണന്റെ അമ്മ കയ്യിൽ എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ആഗ്രഹം തന്നെ ഒരു പറയാഹിമാരൻ അംഗമേറ്റ പതിവൻ പ്രബോധനം. ഭഗവാൻ മടിയിൽ വന്നു, അമ്മയുടെ മടിയിലാണ് കയറിയിരുന്നു. കലക്കൊന്നും വേണ്ട, കയ്യിൽ കലക്കൊന്നും വേണ്ട, ഒന്നും ധരില്ല, എനിക്ക് കുറച്ച് പോകാൻ പാല് തരും, അമ്മയുടെ പാല് കുടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് തന്നെ ഓരോ പറയാഹിമാരൻ അങ്ങനെ